കടൽ കയറി വരുന്നുണ്ട് കേട്ടോ. ഏറ്റാവും തോറും കടൽ കുറേശ്ശെ കയറി വരുന്നുണ്ട്. ഹായ്, നമസ്കാരം. വ്ളോഗേട്ടനാണ്. ഞാനിപ്പോൾ നിൽക്കണതേ വാടാനപ്പള്ളിയിലാണ് കേട്ടോ. നമ്മുടെ ഗണേശമംഗലം ബീച്ച്, പൊക്കാഞ്ചേരി കഴിഞ്ഞ് വാടാനപ്പള്ളിയിലേക്ക് പോകുന്ന ആ ഒരു ബീച്ച് റോഡുണ്ടല്ലോ, മുമ്പ് ഞാൻ വന്ന് വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഈ റോഡ് തകർന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെയൊക്കെ മണ്ണ് വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു കണ്ടവർ. അതായത് ഈ മണ്ണ് ഇട്ടു എന്ന് കരുതിയിട്ട് ഇവിടുത്തെ കടലാക്രമണം കഴിഞ്ഞെന്നോ ഇവിടെ സേഫായെന്നോ കരുതാൻ പറ്റില്ല. ആ ഇട്ട മണ്ണ് മുഴുവൻ കടൽ തന്നെ എടുത്തുകൊണ്ട് പോവും. അതിൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്ന സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന മണ്ണും ഈ റോഡും എല്ലാം പൊളിച്ചുകൊണ്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? അതുപോലെ തന്നെ സംഭവിച്ചു. ഇവിടെ ആ കടൽ കൊണ്ടിട്ട മണ്ണ് എടുത്തുകൊണ്ട് പോയി എന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പറമ്പുകളും ഒക്കെ കൂടെ കുഴിച്ചെടുത്ത് കൊണ്ടുപോയി. ഈ റോഡ് പൊളിഞ്ഞു പോയിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു വരമ്പ് പോലെ റോഡ് നിന്നിരുന്നു. നടക്കാനെങ്കിലും പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ റോഡ് ഇവിടെ നിന്നിരുന്നു. ആ റോഡ് പോലും ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇവിടെ വരെ നമുക്ക് വരാൻ പറ്റുള്ളൂ. ഇവിടെ വണ്ടികളൊന്നും അബദ്ധത്തിലാരും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി, അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആരോ ഒരു തെങ്ങിൻ്റെ കഷ്ണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു റോഡ് പോകുന്നുണ്ട്. ഇപ്പോൾ ഇനി അങ്ങോട്ട് ഇപ്പം ഇങ്ങനെ ഒരു വഴി കിട്ടുന്നുണ്ട് നമുക്ക്. ഇനി അതുപോലും ഇല്ലാത്ത അവസ്ഥ വരും. ഇവിടെ നിന്ന് ഇനി വീണ്ടും പൊളിഞ്ഞ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ വഴി ആയിട്ടുള്ള കണക്ഷനും ഇല്ലാണ്ടാവും. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഇതാ, ഇവിടെ നിന്നൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെയൊക്കെ തകർന്ന് പോയിരിക്കുകയാണ്. ഇവിടെ ഈ റോഡ് മൊത്തം തകർന്ന് പോയിരിക്കുക. ഇവിടെയൊക്കെ വീടുകളുള്ള ഏരിയ ആണ്. ഈ റോഡ് ഇനിയിപ്പോൾ നടക്കാൻ പോലും നടവഴി പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇവിടെയൊക്കെ ഈ വീടുകളിലേക്കൊക്കെ കടക്കാനായിട്ട് ഒരു വഴിയും ഇല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ പുതിയ റോഡാണ് കണ്ടോ, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പുതുതായിട്ട് ടാർ ചെയ്തിട്ടുള്ള റോഡാണ്. ഒരു കൊല്ലം പോലും തികച്ചിട്ടില്ല ഈ ടാറിങ്. അതിന് മുന്നേ തന്നെ ഇത് കംപ്ലീറ്റ്ലി തകർന്നു പോയി. ഇതിലുണ്ടായിരുന്ന വഴി, റോഡ് ഇങ്ങനെ പോയിരുന്ന റോഡും കഴിഞ്ഞ് ഇപ്പോൾ എത്ര ദൂരം അങ്ങോട്ട് കയറി എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ വാടാനപ്പള്ളിയുടെ തീരപ്രദേശങ്ങളാണ് ഇപ്പോൾ ഈ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പൊക്കാഞ്ചേരി ബീച്ച് എന്ന് പറയും. പൊക്കാഞ്ചേരി ബീച്ചിൻ്റെ ഇപ്പുറം ഫസൽ നഗർ, ഗണേശമംഗലം ബീച്ച്, ഇങ്ങനെയൊക്കെ പറയുന്ന പ്രദേശങ്ങളാണ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഇങ്ങനെ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്കിവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തെങ്ങുകളെല്ലാം തകർന്നെടുക്കുന്നത്. ഇവിടെയും നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പോയിട്ടുള്ളത് കാണാം. ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ അവിടെ ഏങ്ങണ്ടിയൂരത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ. ആ സെയിം പൈപ്പ് ലൈനാണ് ഇവിടെയും കാണുന്നത് കണ്ടോ. തെങ്ങുകൾ, ഒരുപാട് തെങ്ങുകൾ ഇങ്ങനെ വീണ് തകർന്ന് കിടക്കുന്നത് കാണാം. അവിടെ വീടുകൾ, തകർന്ന വീടുകൾ കാണാം. ഇന്നിപ്പോൾ നമുക്ക് അധികം കടലേറ്റൊന്നും കാണാൻ പറ്റില്ല. കാരണം ഇന്ന് കടൽ കുറച്ച് ശാന്തമാണെന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ടാണ് ഇത് സംഭവിച്ചത്. ഇപ്പോൾ ഇത്രയും കയറി, ഇപ്പോൾ ഏറ്റവും ആയിക്കൊണ്ടിരിക്കുകയാണ്. പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ സമയം 12:30 ആയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ 1:30-1:45 ആകുമ്പോഴാണ് പൂർണ്ണമായിട്ടും ഏറ്റാവണത്. ആ സമയത്ത് ഇവിടെ എന്താവും അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ കടലിൻ്റെ ലക്ഷണം കണ്ടിട്ട് ഇന്ന് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കടൽ അത്രയും കട്ടക്കലിപ്പിലായിരുന്നു. കടലിൻ്റെ നിറം തന്നെ ഭയങ്കരമായിട്ട് ബ്ലാക്ക് കളറിലായിരുന്നു. കടൽ ചെളിയൊക്കെ കുത്തി കലക്കിക്കൊണ്ടാണ് വന്നിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ കടലിൻ്റെ നിറമെല്ലാം മാറി കടലൊരു ശാന്തമായിട്ടുള്ള രൂപത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ചെറിയൊരു ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ വീട്ടിലേക്ക് പോകാൻ, വീടുകളിലേക്കൊക്കെ പോകാനുള്ള വഴി പോലും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. ഇവരെ നമ്മൾ എന്ത് പറഞ്ഞാണ് നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുക? ഇനിയിപ്പോൾ വീടും നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയിൽ, വീട്ടിൽ കടൽ വെള്ളം കയറുന്നു, വീട് നഷ്ടപ്പെടും എന്നുള്ളൊരവസ്ഥയിൽ വീട്ടിലേക്ക് എത്തിപ്പെടാൻ ഒരു വഴിയില്ല. അതാ ഇതുപോലെ ഞാനിപ്പോൾ നടന്നു വരുന്ന ഈ ഒരു സ്ഥലം കണ്ടോ, ഇതുപോലെ ഏതെങ്കിലും തെങ്ങിൻ്റെ ചോട്ടിൽ കൂടിയും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ നടന്നിട്ടൊക്കെ വേണം അവർക്ക് വരാനായിട്ട്. നല്ലൊരു റോഡ് ഉണ്ടായിരുന്നതാണ്. ആ റോഡ് നഷ്ടപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ ദിവസം കാണിക്കുമ്പോൾ ഉണ്ടായിരുന്ന റോഡ്, ആ റോഡും കഴിഞ്ഞിട്ട് എത്രത്തോളം കയറി നോക്കി. ഇവിടെ കല്ലൊക്കെ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ. ഇതൊക്കെ ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന കടൽ ഭിത്തിയുടെ കല്ലുകളാണ് കേട്ടോ. ആ കടൽ ഭിത്തിയുടെ കല്ലുകളാണ് ഇവിടെ ഇങ്ങനെ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇലക്ട്രിക് പോസ്റ്റുകൾ വീണെടുക്കുന്നു. ഉണ്ടായിരുന്ന കെട്ടിടങ്ങളൊക്കെ തകർന്നു പോയതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. കടൽ കയറി വരുന്നുണ്ട് കേട്ടോ. ഏറ്റാവും തോറും കടൽ കുറേശ്ശെ കയറി വരുന്നുണ്ട്. ഇവിടുത്തെ ഒരു അവസ്ഥ നോക്കും നിങ്ങൾ. വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അല്ലെങ്കിൽ അവരുടെ വായടപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടൊന്നും ഇവിടെ കാര്യമില്ല. ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശാശ്വതമായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ, അതായത് ഇവിടെ ടെട്രാപോഡ്, കടൽഭിത്തി, പുലിമുട്ട് ഒക്കെ ഉൾപ്പെടെയുള്ള നല്ല സംവിധാനങ്ങൾ അത് പഠിച്ചതിന് ശേഷം, വെറുതെ എന്തെങ്കിലും
കൊണ്ടിടില്ല കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞു ടെട്രാപോഡ് എന്ന് പറഞ്ഞാൽ ടെട്രാപോഡ് ഇട്ടാൽ സേഫ് ആവും എന്ന് ഞാൻ പറയുന്നതല്ല, അത് പഠിക്കണം. അതിനെക്കുറിച്ച് ഇവിടുത്തെ നീരൊഴുക്ക് എങ്ങനെയാണ്, കടലിൻ്റെ ഗതി എങ്ങനെയാണെന്നൊക്കെ പഠിച്ചതിന് ശേഷം ഇവിടെ എന്ത് ചെയ്താലാണ് സംരക്ഷിക്കപ്പെടാൻ പറ്റുക എന്ന് പഠിച്ചതിന് ശേഷം എന്തെങ്കിലും ചെയ്യണം. നോക്കി ഇവിടുത്തെ ഒരു അവസ്ഥ കണ്ടോ, കടൽ. ഓ റോഡ് ഇവിടെ റോഡുണ്ട് കേട്ടോ. ഇവിടെ റോഡിൻ്റെ ഒരു കഷ്ണം നിൽക്കുന്നുണ്ട്. തെങ്ങുകളൊക്കെ വീണ് കിടക്കുന്നത് കാണാം. നടക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. നോക്കി എവിടം വരെ കയറി നോക്കി, ആ റോഡ് പോയതിന് ശേഷം എവിടം വരെ കയറി നോക്കി കടൽ. ഇതാണ് റോഡ്. ഈ റോഡ് ഇങ്ങനെ നേരെ പോയിട്ട് അങ്ങോട്ട് പോയിരുന്നതാ. ആ റോഡ് എത്ര നല്ല റോഡായിരുന്നു ഒരു മാസം മുന്നേ വരെ, അല്ലെങ്കിൽ ഒരു 2 മാസം മുന്നേ വരെ. എത്രയും നല്ല റോഡ്, എത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു എന്ന് അറിയുന്നത്. പൈപ്പ് ലൈനൊക്കെ കണ്ടോ, ഹൗസ് കണക്ഷൻ, വീട്ടിലേക്ക് കണക്ഷനുള്ള കണക്ഷൻ പോയിട്ടുള്ള കണ്ട. എനിക്ക് പുറകിൽ വീട് കാണാം, അപ്പുറത്ത് കാണാം വീട് കണ്ടോ. ഇവിടെയൊക്കെ വീടുകളുണ്ട്. ഈ റോഡ് ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിക്കുമ്പോൾ ഇവിടെ ഈ റോഡ് ഉണ്ടായിരുന്നു. ഈ റോട്ടിൽ കൂടെ വെള്ളം കയറിയിരുന്നു, പക്ഷേ ഈ റോഡ് ഇവിടെ ഉണ്ടായിരുന്നു. ഇതിലൂടെ ഇങ്ങോട്ടൊരു വഴി ഉണ്ടായിരുന്നു. ആ വഴി കൂടെയൊക്കെ വെള്ളം ഒഴുകുന്നത് കാണാനുണ്ടായിരുന്നു. ഇപ്പോൾ അന്ന് രണ്ടാമത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഈ റോഡ് മൂടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കംപ്ലീറ്റ്ലി തകർന്നു പോയി. ഇതാണ് ഞാൻ അന്ന് പറഞ്ഞ കടൽ ഭിത്തി കേട്ടോ. അതായത് ഇപ്പോൾ പുതുതായിട്ടിട്ട കുറച്ച് കല്ല് കൊണ്ടുവന്നിട്ട് താൽക്കാലികമായിട്ട് ഉണ്ടാക്കി വെച്ച കടൽ ഭിത്തിയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ കടൽ ഭിത്തിയിലേക്ക് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ചെറിയ കല്ലുകൾ, അതായത് മുമ്പത്തെ കടൽ ഭിത്തിയുടെ കല്ലുകളൊക്കെ അടിച്ച് കയറ്റിയിട്ട് ഒരു ഭിത്തി പോലെ ആക്കി ഇട്ടിട്ടുണ്ട്. കടൽ തന്നെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ഇതിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കടൽ ഭിത്തി അടുക്കി വെച്ചതൊക്കെ പോയി. ആ കല്ലുകൾ അവിടെ കിടക്കുന്നുണ്ട്. മൊത്തം തകർന്നടിഞ്ഞു. എന്താ പറയുക, ശരിക്കും ഒരു വൻ ദുരന്തം നടന്ന ഒരു സ്ഥലം. ഇപ്പോൾ ഉരുൾപൊട്ടലിൻ്റെയും കാര്യങ്ങളൊക്കെ വാർത്തകളൊക്കെ കാണുന്നുണ്ട്. അവിടുത്തെ ദുരന്തമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. അത് ചാനലുകളിലും ഒക്കെ വലിയ വാർത്തയാവാറുണ്ട്. മന്ത്രിമാരും MLA യും കളക്ടറും ഒക്കെ സന്ദർശിക്കാറുണ്ട്. അവർക്ക് ആശ്വാസം പറയാറെങ്കിലും ഉണ്ട് എന്തെങ്കിലും. പക്ഷേ ഇതൊരു ദുരന്തമായിട്ട് ആരും എടുക്കുന്നില്ല. മാത്രമല്ല ഒരു മനുഷ്യൻ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. കൂടി വന്നാൽ വല്ല പഞ്ചായത്ത് പ്രസിഡന്റോ ഒക്കെ വന്ന് നോക്കുമെന്നല്ലാതെ അതിനു മുകളിലോട്ട് ആരെങ്കിലും ഇവിടെ ഒന്ന് സന്ദർശിക്കാനോ വരാനോ ഇവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ എന്തെങ്കിലും ഒരു ആശ്വാസവാക്ക് പറയാനോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. ഇതൊന്നൊരു ദുരന്തമായിട്ടോ ഒന്നും കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. കടലാക്രമണത്തിനെ നമ്മളൊരു ദുരന്തമായിട്ട് കണക്കാക്കുന്നില്ല. കടലാക്രമണത്തിൽ വീടുകൾ നഷ്ടപ്പെടുന്നു, റോഡ് നഷ്ടപ്പെടുന്നു, കിടപ്പാടം നഷ്ടപ്പെടുന്നു, എല്ലാം നഷ്ടപ്പെടുന്നു, ഉപജീവനമാർഗം നഷ്ടപ്പെടുന്നു. ഇതൊന്നും ഒരു ദുരന്തമേ അല്ല. അത് ദുരന്തമായിട്ട് പരിഗണിക്കുന്നുമില്ല. അതിനൊരു നഷ്ടപരിഹാരം പോലും കൊടുക്കുന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ മാത്രമല്ല കേരളത്തിൻ്റെ എല്ലാ തീരമേഖലകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ. ആ മൂടിപ്പോയ റോഡ് പുറത്ത് വന്ന് അതിനെ കടൽ പൂർണ്ണമായിട്ടും എടുത്തുകൊണ്ട് പോയി. ഞാൻ അന്ന് പറഞ്ഞ വാക്ക് അന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് വേണമെങ്കിൽ അറിയാം. അല്ലെങ്കിൽ ഞാൻ ആ ജസ്റ്റ് ഒരു പോർഷൻ ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒന്ന് കാണിക്കാം. പക്ഷേ ഈ മണലിട്ട് മൂടി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം എന്താണെന്നറിയോ, ഈ മണലിട്ട് മൂടിയ സ്ഥലങ്ങളെല്ലാം തന്നെ അധികം താമസിയാതെ കടൽ തന്നെ എടുത്തുകൊണ്ട് പോകും. ആ മണലെല്ലാം എടുത്തുകൊണ്ട് പോകും. ആ മണൽ മാത്രമല്ല, ആ മണൽ എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ കൂടെ അതിൻ്റെ അടിയിൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന മണ്ണും റോഡും അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന മൊത്തത്തിലുള്ള കരയും കൂടി അങ്ങ് എടുത്തുകൊണ്ട് പോകും. ഇവിടെ നോക്കിയാൽ കംപ്ലീറ്റ് പോയി ഈ റോഡ്. എന്താ ഇവിടുത്തെ ഒരു അവസ്ഥ.
ഈ റോട്ടിൽ കൂടെ ആയിരുന്നു ഇലക്ട്രിക് പോസ്റ്റുകൾ, ഇലക്ട്രിക് ലൈനൊക്കെ പോയിരുന്നത് കേട്ടോ. ഇപ്പോൾ അത് പോയപ്പോൾ KSEBക്കാർ ഇപ്പോൾ തൽക്കാലം അതിലേ ലൈൻ വലിച്ചിട്ട് ആ വീടുകളിലേക്കൊക്കെ കറണ്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കണേ. ആ ആ ആ നിങ്ങളുടെ വീട് എവിടെയാ? അങ്ങോട്ടൊന്നും വെള്ളം കയറിയില്ലല്ലോ. ആ അവിടെ വരെ വന്നല്ലേ. ആ ആ അങ്ങോട്ട് ഇറങ്ങൊന്നും ചെയ്യരുതിട്ടാ. ആ പെട്ടെന്നാവും തര വരിക. അപ്പോൾ റോഡിൻ്റെ ഒരു അവസ്ഥ ഉണ്ടാ, എത്ര നല്ല റോഡായിരുന്നു അറിയോ. ഇവിടുന്ന് ബദർപള്ളിയുടെ അവിടം വരെയും സുഖമായിട്ട് പോകാൻ പറ്റിയിരുന്നതാ ഈ റോട്ടിൽ കൂടെ. ഇതൊക്കെ പോയി, കംപ്ലീറ്റ്ലി തകർന്നു പോയി. ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ കടൽ കാര്യമായിട്ട് കാണുന്നില്ല. അത് നോക്കിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള കടലായിരുന്നു. ഇങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത അത്രയും കടലായിരുന്നു, ഭയങ്കര തരി. അങ്ങോട്ടൊക്കെ കടൽ കയറിയിരുന്നു. അവിടെ വീടുകളൊക്കെ കാണുന്നില്ലേ, അവിടേക്കൊക്കെ കടൽ കയറിയിരുന്നു മിനിഞ്ഞാന്ന്. അപ്പോൾ അതായിരുന്നു ഇവിടുത്തെ അവസ്ഥ. എന്തായാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. കാരണം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വരുന്ന മാറ്റങ്ങളാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഈ കടൽ ഒതുങ്ങുമ്പോൾ ഇവിടെയൊക്കെ ചിലപ്പോൾ മണൽ കൊണ്ടിട്ടിട്ട് ഇതൊക്കെ അങ്ങ് മൂടിക്കളയും. വീണ്ടും മൂടും ചിലപ്പോൾ. ഇതൊക്കെ അങ്ങ് മൂടിയിട്ട് ഇവിടെ ഇതൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു മട്ടിലങ്ങോട്ട് മൂടിക്കളയും. ഈ തെങ്ങും ഇതൊക്കെ ചിലപ്പോൾ മണ്ണിൽ മൂടിപ്പോവും. അപ്പോൾ നമ്മൾ വന്ന് നോക്കുമ്പോൾ ഒരു മനോഹരമായിട്ടുള്ളൊരു ബീച്ച് പോലെ നമുക്ക് തോന്നും. കാരണം ഈ ഒരു ദുരന്തത്തിൻ്റെ കാഴ്ചകൾ, ഈ കല്ലും ഈ പൊളിഞ്ഞ റോഡുകളും ഇതൊന്നും കാണാത്ത രീതിയിൽ മണൽ മൂടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു ബീച്ച് പോലെ തോന്നും. പക്ഷേ വീണ്ടും ഇത് ആവർത്തിക്കും. അങ്ങനെ ഇത് ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ മൂടും, പിന്നെ എടുത്തുകൊണ്ട് പോകുമ്പോൾ കുറച്ചും കൂടി അങ്ങ് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഇതങ്ങ് കയറി വരും. ഈ വീടും ഇവരൊക്കെ ഇവിടെ മണൽ ഇങ്ങനെ വെട്ടി വെച്ചിട്ട് വെള്ളം കയറാതിരിക്കാൻ നല്ല ഹൈറ്റിൽ മണലൊക്കെ വെട്ടി വെച്ച് ഇങ്ങനെ സേഫ് ആക്കാൻ വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്നതാ. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? ഇത് കണ്ട, ഇത് കടലിലേക്ക് വെള്ളം അടിക്കാൻ വേണ്ടി, വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതൊന്നല്ല കേട്ടോ. ഇവിടെയൊക്കെ പറമ്പുകളായിരുന്നു. ആ പറമ്പിലേക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സാധനമാണിത്. ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ, ഇത് കാണുമ്പോഴും കുറേ എണ്ണം വന്നിട്ട് കമൻറ്റ് ചെയ്യും, എന്തിനാണ് ഇവിടെ വന്നിട്ട് വീട് വെച്ചിട്ട് കടലിൻ്റെ തൊട്ടടുത്ത് വീട് വെച്ച് താമസിക്കണേന്നൊക്കെ പറഞ്ഞു. അവരോട് നമ്മൾ സംസാരിക്കാൻ നിന്നിട്ടോ ഒന്നും പറയാനൊന്നും കാര്യമൊന്നുമില്ല. ഒരുപാട് പ്രതീക്ഷകളോടെയൊക്കെ പണി തുടങ്ങിയിട്ടുള്ള വീടായിരിക്കും ഇത്. പണി പോലും പൂർത്തിയാക്കിയിട്ടില്ലേ വീടിൻ്റെ. കണ്ടോ, ഉണ്ടായിരുന്ന ആകെ ഒരു റോഡാണ് കേട്ടോ. ആ റോഡൊക്കെ തകർന്നു പോയി. ഈ വീടുകളൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ വീടുകളുണ്ട്. ഈ വീടുകളിലേക്കൊക്കെയുള്ള ഒരേ ഒരു വഴിയായിരുന്നു ഇത്. അതൊക്കെ കടൽ കയറി ഈ നല്ല റോഡ് തകർന്നു പോയി. ഇനി ഇങ്ങോട്ടൊന്നും നടക്കാൻ പോലും ഇവർക്ക് വഴിയില്ലാത്തൊരവസ്ഥയാണ്. വഴിയില്ല എന്ന് മാത്രമല്ല, ഏത് നിമിഷവും കടൽ കയറി വരുമെന്നുള്ള ഒരു ഭീതിയിലാണ് ഇവരെല്ലാം കഴിഞ്ഞു കൂടുന്നത്. എന്ത് ധൈര്യത്തിലാണ് ഇവിടെയൊക്കെ ജീവിക്കുക? കണ്ടോ, ഇവിടെ വരെയും കടൽ കയറിയെത്തി. പെട്ടെന്നൊരു ദിവസം ഇവർ പറയുന്ന കള്ളക്കടൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു ന്യൂനമർദ്ദമോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് പറയാൻ പോലും പറ്റില്ല. കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല റോഡാണ്. ചില സ്ഥലങ്ങളിലൊക്കെ മണൽ കയറിയിട്ടുണ്ട് എന്നല്ലാതെ റോഡ് പോയിട്ടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ബദർപള്ളി വരെയുള്ള പ്രദേശം റോഡ് നല്ല റോഡാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് തെക്കോട്ടുള്ള പ്രദേശങ്ങളാണ് ഇപ്പോൾ കംപ്ലീറ്റ്ലി തകർന്നു പോയത് കേട്ടോ. അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് കേട്ടോ ഇവിടെ നിന്ന് ഇപ്പോൾ തൽക്കാലം കാണിക്കാനുള്ളത്. ഇനി എന്താവും എന്നറിയില്ല. ഇനിയും
മഴക്കാലം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ എത്ര നാൾ നിൽക്കുമെന്നും അറിയില്ല. എന്തൊക്കെയായാലും ഈ നഷ്ടപ്പെട്ട റോഡുകളൊക്കെ ഇനി പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വേനൽക്കാലത്തൊക്കെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടനെ, അല്ലെങ്കിൽ ഈ ഇത്തരമൊരു ദുരിതമില്ലാതെ രക്ഷപ്പെട്ടനെ. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീരമേഖലയിൽ അല്ലെങ്കിൽ കടപ്പുറത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ മഴക്കാലത്ത് ചെയ്യാൻ നിൽക്കരുത്. അത് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പുള്ള സമയത്ത് ചെയ്യണം. ഇപ്പോൾ കടൽ ഭിത്തി ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സംരക്ഷണ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് വേനൽക്കാലത്ത് തന്നെ ചെയ്തു വെക്കണം. ഇത് നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യമാണ്, പക്ഷേ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ആർക്കും അറിയാഞ്ഞിട്ടൊന്നുമല്ല, ആരും ചെയ്യില്ല, അതന്നെ. അപ്പോൾ ശരി, എന്തായാലും പോട്ടെ, കാണാം.